ഹായ് ഓൾ. സോ മക്കളെ, IOQM എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് പറ്റിയ പണിയാണോ IOQM എക്സാം എന്നുള്ള കാര്യം. സോ നിങ്ങൾക്ക് പറ്റിയ പണി തന്നെയാണ്, നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നെൻ്റെ കൂടെയുള്ള രണ്ട് പേരെന്ന് പറയുന്നത്, അസ്റ്റദ് ആൻഡ് ശ്രേയസ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. ഇവർ ആരാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മുടെ 10th IOQM എഴുതിയ സമയത്ത് വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. IOQM ക്വാളിഫൈ ചെയ്ത രണ്ട് പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും അവരുടെ ഓരോ ഉത്തരങ്ങൾക്കുമായിട്ട്. സോ നമുക്ക് IOQM എക്സാം പറയുമ്പോൾ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പം ഇത് ക്വാളിഫൈ ചെയ്യാൻ പറയുമ്പം അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. അപ്പൊ നിങ്ങളത് ഈസി ആയിട്ട് പറഞ്ഞാലും ഞാൻ പറയും കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ക്വാളിഫൈ ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അറിഞ്ഞ സമയത്ത് എന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എക്സാം എഴുതുന്നതിന് മുമ്പ് അത്ര എക്സ്പെക്ടേഷനും പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി. ബട്ട് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ആൻസർക്കൊക്കെ വരുമല്ലോ, അങ്ങനൊന്ന് നോക്കിയപ്പം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട് ഇനി. അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട് ഇനി IOQM ക്വാളിഫൈ ആവുന്നുള്ള. എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഒരു പ്രതീക്ഷ വന്നു. ഇത് കഴിഞ്ഞ ആൻസർക്കൊക്കെ നോക്കി ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഓക്കെ. വാട്ട് അബൌട്ട് യു ശ്രേയസ്? സെയിം തിങ് as well. ഓക്കെ. സോ നമ്മൾ IOQM എക്സാമിലേക്ക് വന്ന സമയത്ത് ബോർഡ് എക്സാം മക്കള് 10th സ്റ്റേറ്റും 10th CBSE ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10th സ്റ്റേറ്റിലും ബോർഡ് എക്സാം ഉണ്ട്, CBSEക്കും ബോർഡ് എക്സാം ഉണ്ട്. അപ്പോൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് മാറുമ്പം എന്താ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു എക്സാം എഴുതുമായിരുന്നു? അതായത് ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പം ജസ്റ്റ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പോയാലും നമ്മള് ടെക്സ്റ്റ് ബുക്കിലുള്ള അല്ലെങ്കിൽ വേറെ പല ഗൈഡിലും കാര്യങ്ങളിലുള്ള സെയിം ക്വസ്റ്റ്യന് നമ്പേഴ്സ് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടേക്കും വരിക, അല്ലെങ്കിൽ ചെറിയ മോഡിഫിക്കേഷനും കാര്യങ്ങളും മാത്രമാണ്. ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കിയാൽ മാത്രം മതി. അങ്ങനെയൊക്കെ പോയാൽ തന്നെ ഒരു കുട്ടിക്ക് A+ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ ചെയ്യാൻ കഴിയും. ബട്ട് IOQM അല്ലെങ്കിൽ എൻട്രൻസ് ലെവൽ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴും ഈ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബൈ ഹാർട്ടാക്കി പോയിട്ട് കാര്യമില്ല. അതിന് പകരം ഒരു ഇക്വേഷൻ എങ്ങനെ വന്ന് ഒരു ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ കഴിയുക. പിന്നെ IOQMന്റെ കേസിൽ ഇങ്ങനെ വലിയ ഹാർഡ് കോൺസെപ്റ്റ് ഉള്ള കാര്യങ്ങളല്ല. അതായത് ഇപ്പം 8th 9th 10th 11th 12th എല്ലാവർക്കും കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പം 8th കുട്ടിയും 12th കുട്ടിയും എഴുതുന്നത് സെയിം എക്സാം പേപ്പറാണ്. അപ്പം ഇതിൽ കാര്യമായിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് കാര്യങ്ങളാണ്. അതായത് 6th 7th പഠിച്ചതിന്റെ കാര്യങ്ങള് കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് ബേസ് സ്ട്രോങ് ആയിരിക്കണം. ബേസിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതായത് ഒരു ബേസ് ഇല്ലാത്ത കുട്ടിക്ക് വലിയൊരു ഇതുണ്ടായിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല കുറെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറെ രീതിയിലൂടെ കുറെ വഴി കൂടെ ചിന്തിച്ചാൽ മാത്രമേ എത്തുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് ഇതിന്. നമ്മൾ ക്വസ്റ്റ്യൻ ചിന്തിക്കുന്ന രീതിയാണ് മാറ്റർ എന്ന് പറയുന്നത്. ടീച്ചർ പഠിക്കുന്ന രീതി മാത്രം പഠിക്കാതെ ഒരുപാട് വേസ് നോക്കുക എന്നുള്ളതാണ് അല്ലെ. ശ്രേയസ് 10th CBSE പഠിച്ചതാണ്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ ഒളിമ്പ്യാഡ് എക്സാം പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ബോർഡ് എക്സാം ആൻഡ് IOQM exam? We have to think a lot, as he said. So there was a big difference in the way I prepared. Okay. While I was doing the IOQM, while I was in the exam hall during IOQM, I had to concentrate for each and every exam, each and every question. But for CBSE, you could just by heart and go for it. It was just substitution. You'll get marks. Yeah, free marks. Okay. സോ IOQM എക്സാമിന് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പൊ IOQM എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് RMO ആണ്. അപ്പൊ RMO നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷം അത് ക്വാളിഫൈ ചെയ്യും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു RMO എക്സ്പീരിയൻസ്? IOQMൽ 3 hours 30 ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ RMOയിലോട്ട് വരുമ്പം 3 hours 6 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവിടെ കിട്ടുന്നുണ്ട്. ഒരു IOQMൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യന് 2 മാർക്സ്, പിന്നത്തെ 10 ക്വസ്റ്റ്യന് 3 മാർക്സ് ആൻഡ് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ആണ്. ബട്ട് RMOയിൽ വരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ വെയിറ്റേജ് ആണ്, 17 മാർക്സ് എന്നുള്ള ഒരു ഇതിലെ വരുന്നത്. 1 question 17 marks. യെസ്. അപ്പൊ 6 ക്വസ്റ്റ്യന് 102 മാർക്സ് ആണ് ഉള്ളത്. ആ 102 മാർക്സിൽ ജസ്റ്റ് 15 or 14 മാർക്സ് സ്കോർ ചെയ്താൽ തന്നെ RMO ക്വാളിഫൈഡ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം 102 മാർക്കിൽ 15 മാർക്കാണ് കട്ട് ഓഫ്. അപ്പം എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് ഊഹിക്കാവുന്നതാണ്. 3 hours 6 ക്വസ്റ്റ്യൻസ് ആണ്. ആ 6 ക്വസ്റ്റ്യൻസിൽ 102 മാർക്കിൽ 17 മാർക്സ് സ്കോർ ചെയ്താൽ മതി ജസ്റ്റ്. ബട്ട് ആ 17 മാർക്സ് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അത്യാവശ്യം നല്ല ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് പോയാൽ മാത്രമേ. പിന്നെ RMO ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. ഫൈനൽ ആൻസറിലോട്ട് മാത്രം എത്തിയിട്ട് കാര്യമില്ല. അതായത് അവർ ഉദ്ദേശിച്ചിട്ടുള്ള കറക്റ്റ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഉള്ള മെത്തേഡിലൂടെ മാത്രം ചെയ്താൽ മാത്രമാണ് ഒരു ക്വസ്റ്റ്യന് ഒരു അത്യാവശ്യം നല്ല സ്കോർ
ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ 17-ൽ ഒരു 15 14 ഒക്കെ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അത്രയും ഹാർഡാണ്. ആ ഒരു സ്കോർ മാത്രം മതിയാവും ചിലപ്പം എക്സാം എക്സാം പാസ് ആവാൻ. അതായത് 6 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് നല്ല കറക്റ്റ് ആയിട്ട് കറക്റ്റ് മെത്തേഡിൽ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ബട്ട് അതേസമയം വേറൊരു കുട്ടി 6 ക്വസ്റ്റ്യൻസിന് ആൻസർ മാത്രം എഴുതി വെച്ചാല് ആൻസർ കിട്ടൂല. ഐ മീൻ പാസ്സായി ബിക്കോസ് അത് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് അത് മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ശ്രേയസ്, ഇപ്പം ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആണ്. Time management is not an issue. Time management is an issue. Yeah. But the thing is, since you only have to get 1 or 2 questions to qualify for the next stage, you don't need to worry about time. You only need to attempt 1 or 2 questions in the 3 hours. ഓക്കെ, അതായത് നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ? അതായത് ഇപ്പം 6 ക്വസ്റ്റ്യൻസ് അറിയുന്ന ഒരാൾക്ക് ടൈം മാനേജ്മെന്റ് പ്രശ്നമാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് ടൈം ഇഷ്ടം പോലെ ബാക്കി ഉണ്ടാവും. അവർ ആ ക്വസ്റ്റ്യനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരുപാട് CBSE ബോർഡ് എക്സാമിന്റെയും IOQM ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. ആൻഡ് ഇപ്പം നമ്മളിപ്പം +1 വന്നിരിക്കുകയാണ്. ആൻഡ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോട്, നമ്മുടെ സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പം അസ്ജിത് ആയിക്കോട്ടെ ശ്രേയസ് ആയിക്കോട്ടെ +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ +1 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IOQM പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ക്വാളിഫൈയും ചെയ്യും, കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ എൻട്രൻസ് എക്സാം നമ്മൾ പാരലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്സ് ആയിക്കോട്ടെ, എന്താ പറയാ, വേസ് ആയിക്കോട്ടെ, അപ്രോച്ചിന്റെ രീതികളായിക്കോട്ടെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കോൺഫിഡന്റ് ആണോ IOQM എക്സാം എഴുതാനായിട്ട്? ലാസ്റ്റ് ഇയറിനേക്കാൾ കോൺഫിഡൻസ് ആണ്. ബട്ട് 100% ക്വാളിഫൈ ഒന്നുള്ള ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ 10th എഴുതി. അപ്പൊ അതിന് മുന്നോടിയായിട്ട്, അതായത് 10th മക്കൾ ആദ്യമായിട്ട് IOQM എക്സാം എഴുതുന്നത്. അതിന് മുൻപ് എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എഴുതിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് IOQM എക്സാമിനെ കുറിച്ച് കേൾക്കുന്ന എവിടെ വെച്ചിട്ടാണ്? 9th ക്ലാസ് ഇങ്ങനെ പറയായിരുന്നു, ഒളിമ്പ്യാഡ് എക്സാം ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ബട്ട് 9th ഒളിമ്പ്യാഡ് എക്സാം ഞാൻ എഴുതിയില്ല. ബട്ട് 10th എത്തിയപ്പം ഒളിമ്പ്യാഡ് എക്സാമിൽ രജിസ്റ്റർ ചെയ്തു. അതേപോലെ എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാം ക്വാളിഫൈ ആയി. പിന്നെ RMO ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ശ്രേയസ് പുറത്തായിരുന്നു പഠിച്ചതൊക്കെ. അപ്പൊ എപ്പോഴാണ് ഈ ഒളിമ്പ്യാഡ് എക്സാമിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്? I learned about this when I was in 9th, but my first attempt was in 10th. As I did not have the opportunity to do it in 9th. എനിക്ക് തോന്നുന്നു എക്സാമിനെ കുറിച്ച് അറിയുമ്പോഴേക്കും അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഒരുപാട് പേരെ പ്രശ്നമാണ് ഇപ്പോഴും അറിയാത്ത. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ അറിയുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. സോ മാക്സിമം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ അല്ലേ? പിന്നെ 9th അല്ല 10th തന്നെ IOQM എക്സാം എഴുതി റിസൾട്ട് വന്നിട്ട് IOQM പാസ്സായി എന്ന് അറിഞ്ഞിട്ട് പോലും IOQM എന്താ, IOQMന്റെ വാല്യൂ എന്താണെന്നും റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു റീസെന്റ് ടൈംസിലാണ് IOQM എന്താ, RMO എന്താ, അതിന് എത്രത്തോളം വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലിൽ വരെ മത്സരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഒളിമ്പ്യാഡ് എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത്ര ഈസി ആയിട്ടുള്ള ടാസ്കും അല്ല. ഇത് വളരെ വലിയ കാര്യമാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ സെക്കൻഡ് സ്റ്റേജ് ആയിക്കോട്ടെ ക്വാളിഫൈ ചെയ്യുമ്പോൾ വളരെ വലിയ കാര്യം തന്നെയാണ്. സോ നമ്മൾ IOQM എക്സാമിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. അപ്പൊ എക്സാമിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും മെത്തേഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? Sometimes you can easily get a question. There'll be a easy method to get a question, but sometimes you won't get the method directly. So I would say go for trial and error, because trial and error മെത്തേഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമുക്കിപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല IOQM കേസിൽ. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തിടാം. അതാണ് നല്ലൊരു സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്നത്. At the end, put bubble anything for all the questions. Okay, എല്ലാ ക്വസ്റ്റ്യനും ബബിൾ ഇടാന്നുണ്ടല്ലേ? ഓക്കെ, RMO കേസിൽ നമുക്ക് ടൈം മാനേജ് ചെയ്ത് നോക്കില്ല, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് 10th സമയത്ത് മക്കൾ ആരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? കാര്യമായിട്ട് അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബേസിലുള്ള അത്രയും ഒരു സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് അല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് എക്സാം എന്താ പറയാ, ടഫ് തന്നെയാണ്. സോ നമുക്ക് ഇത്തവണ നമ്മൾ ഓൾറെഡി മാത്ത് പ്രോഡിജി ബാച്ച് സൈലത്തിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് +1 സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് IOQM + RMO കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കണ്ടു നോക്കുക, അത് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, +1 എക്സാം എഴുതുക. പിന്നെ നമ്മുടെ കേരളത്തില് IOQMനും RMOക്കൊന്നും അങ്ങനെ നല്ല കോച്ചിങ് ഇല്ല. അതിന്റെ നല്ലൊരു, അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും അറിയണില്ല IOQM എന്താണ് RMO എന്താണ് എന്നുള്ളത്. ശരി, മറ്റേ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിന് കൊടുക്കുന്ന കോച്ചിങ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, സ്കോളർഷിപ്പ് എക്സാമിന് പ്രൊവൈഡ് ചെയ്യാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിനെ കുറിച്ച് തന്നെ
നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലെ? ഇല്ല ഇല്ല. ഓക്കെ, ഇപ്പോഴും അറിയാതെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതെ. അപ്പൊ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ Yes. ശ്രേയസ്? Yes, I think attention for this Olympiad came 2 years ago when the Prime Minister tweeted about it in Twitter or something. അപ്പോഴാണ് നിങ്ങൾ Yeah. റിയലൈസ് ചെയ്യുന്നത് അല്ലെ? Yes. ഓക്കെ. സോ നമുക്ക് ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്ന ബാച്ചാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഈ Yes. PB ബുക്ക്ലെറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാസ്സുകളായിക്കോട്ടെ, മാക്സിമം എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. IOQM നിങ്ങൾ എനിക്കൊന്നും IOQM സംബന്ധിച്ച വലിയ രീതിയിൽ ടെൻഷൻ ഉണ്ടാവില്ലേ അല്ലെ? IOQM എനിക്ക് ക്വാളിഫൈ still ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു തവണ Has confidence compared to last time. compared to last time. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ? Yeah. പ്ലസ് ടുന് Yes, കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാം ഇല്ല, ക്ലാസ് 11 CBSE ആയതുകൊണ്ട് കുറച്ചുകൂടെ ടൈം കിട്ടും എന്നാണ്. മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സസ് കണ്ടു നോക്കുക. ആൻഡ് നമ്മൾ ഇത്രയും പറഞ്ഞു. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് ആദ്യമായിട്ട് അറിയുന്ന ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. IOQM രജിസ്ട്രേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് ഈ മാസം 25-ാം തീയതി വരെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കാതെ എല്ലാവരും ചെയ്യട്ടെ. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ വരുന്നതേ ഉള്ളൂ. ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും IOQM എക്സാം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുമല്ലോ. Yes. അപ്പം ഇത് അത്രത്തോളം ഹാർഡാണോ, ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, അപ്പം മാത്തമാറ്റിക്സ് അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഒന്ന് അവരുടെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? ഒരു അഡ്വൈസ് പോലെ സംസാരിക്കാൻ പറ്റുമോ? മാത്തമാറ്റിക്സ് ബൈഹാർട്ടാക്കി പഠിക്കുക എന്നുള്ള മെത്തേഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ആ ഒരു സാധനം വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ഒരു മെത്തേഡ് അല്ല, ടീച്ചർ പറഞ്ഞ മെത്തേഡ് മാത്രമല്ല, സ്വന്തമായിട്ട് ഒരു മെത്തേഡ് കണ്ടെത്തുക. അത് സിമ്പിൾ ആയിക്കോട്ടെ, കുറച്ചുകൂടി ഹാർഡർ വേ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും 1-2 മെത്തേഡിലൂടെ ചെയ്ത് നോക്കുക. പിന്നെ യൂട്യൂബിലും ഇതിലൊക്കെ അത്യാവശ്യം ഫ്രീ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെ ഷോർട്ട് ട്രിക്സും അതേപോലെ തന്നെ അല്ലെ, ട്രിക്സും അതൊക്കെ ഇതൊക്കെ ഈ മൾട്ടിപ്ലിക്കേഷന് പോലും സ്കൂളിലും കാര്യം ഇതിലൊന്നും പഠിപ്പിക്കാത്ത കുറെ ട്രിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുക. അങ്ങനെ പരിചയപ്പെട്ടാൽ നല്ലതാവും. Basically, all you have to do is start from zero. Just restart everything you learned in maths. Find out how you got it. That's all. ഓക്കെ. നമ്മൾ ഇപ്പൊ മാത്തമാറ്റിക്സിന്റെ അപ്രോച്ചിന്റെ രീതി പറയുമ്പം ചുമ്മാ ഒരു ആൻസർ കിട്ടുന്നതിനപ്പുറം അതെങ്ങനെ കിട്ടി, Yes. എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തുകൊണ്ട് അത് വന്നില്ല എന്ന് ചിന്തിക്കണം Yes, അല്ലെ? yes, yes. വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ Why? മാർക്കാണ് Yeah. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോ താങ്ക് യു ഫോർ കമ്മിങ്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻട്രൻസ് എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ IOQM കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് വാല്യുബിൾ ആയിട്ട് ടൈമാണ് ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു. സോ മക്കളെ, നിങ്ങളുടെ അടുത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഒട്ടും വൈകണ്ട, എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഇനിയും കാണാം. സോ ബൈ. താങ്ക് യു.